ഇന്ന് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ വേറൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഉപ്പപ്പാൻ്റെയും ഉമ്മമ്മാൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആട്ടോ മെയ് 1-ാം തീയതി. അപ്പോൾ ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിയിട്ടാട്ടോ അങ്ങോട്ട് പോകുന്നത്. വൈകുന്നേരം ആട്ടോ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഹോട്ടലിൽ നിന്നാട്ടോ ഉപ്പ ട്രീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സോനയൊക്കെ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓള് കോയമ്പത്തൂരാണല്ലോ. അപ്പോൾ ഓളും മാമൻ്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രാവശ്യം ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാൻ നിന്നിട്ടില്ല കേട്ടോ. വീട്ടിലേക്ക് തന്നെ ഫുഡ് കൊണ്ടുവരാ ചെയ്തിട്ടുള്ളത്. പപ്പാൻ്റെ വക അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ട്രീറ്റായിട്ട്. അങ്ങനത്തെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ബാഗും കാര്യങ്ങളൊക്കെ കണ്ടാൽ 10 ദിവസത്തിന് നിൽക്കാൻ വന്ന പോലെ ഉണ്ട്. ആകെ ഒരു ദിവസത്തിനാട്ടോ വന്നിരിക്കുന്നത്. നാളെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇത് അപ്പം നിസ്കരിക്കുകയാണ് ഉമ്മ കേട്ടോ വാതിൽ തുറന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് മെയ്തുന്ന നേരം പോലെ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഉമ്മ ഉപ്പ എന്നാട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. വേറൊരു കുഞ്ഞു വ്ളോഗറും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ പോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കലുണ്ട് കേട്ടോ. ഓളെ ചാനലും എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബുഹാരി റൈസ്, അൽഫാം, അതേപോലെ തന്നെ ബ്രോസ്റ്റ്. ഇതൊക്കെ കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് അൽഫാം ആണെങ്കിൽ ഒരാൾക്ക് ബ്രോസ്റ്റ് ആട്ടോ വേണ്ടത്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ. ഞാൻ ബ്രോസ്റ്റും റൈസും ആട്ടോ എടുത്തത്. എനിക്ക് അൽഫാമിനെക്കാളും കൂടുതൽ ഇഷ്ടം ബ്രോസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങൾ കേക്ക് മുറിക്കാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ വ്ളോഗർ പിന്നെയും വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്കിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കൽ നമുക്ക് മുഖ്യമാണല്ലോ. അങ്ങനെ ഇതാ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കേക്ക് മുറിക്കേണ്ട ആൾക്കാർ എത്തിയാൽ മതി. അങ്ങനെ അത് എൻ്റെ മമ്മി ഇപ്പൊപ്പി എത്തിയിട്ടുണ്ട്. അങ്ങനെ മാഷാ അല്ലാ ഞങ്ങൾ കേക്ക് മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പപ്പാൻ്റെയും മമ്മാൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ എല്ലാ കൊല്ലവും ആഘോഷിക്കലും. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതിൻ്റെ വീഡിയോ ഞാൻ താഴെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പരസ്പരം ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തരിക കേട്ടോ. മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ കേക്ക് തരികയാണ്. കേക്ക് മുറിച്ചപ്പോൾ മാമൻ്റെ കുട്ടികളെ നല്ല മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരൊക്കെയാണ് കേക്ക് മുറിക്കുമ്പോൾ ഇങ്ങനെ മുമ്പിലുണ്ടാവല്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, മമ്മാക്കും ഉപ്പപ്പാക്കും ഓരോ പീസ് വായക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും ഓരോ പീസ് കട്ട് ചെയ്ത് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ വേഗം ഒരു ചെറി എടുത്തിട്ട് കഴിച്ചിട്ടോ. എനിക്കെന്തോ ചെറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്താ കാട്ടുന്നു അതന്നെ മറ്റേ വ്ളോഗേഴ്സും കാട്ടുന്നുണ്ട് കേട്ടോ, ചെറി എടുത്തിട്ടൊക്കെ. അങ്ങനെ ഇപ്പൊപ്പിയും ഓരപ്പം നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങളൊക്കെ ഓരോ പീസ് കേക്കും കൂടെ കഴിച്ചിട്ടോ. വയറിൽ ഗ്യാപ്പ് ഉണ്ടായില്ല. പക്ഷേ കേക്ക് കിട്ടിയാൽ പിന്നെ ആരെ കഴിക്കാതിരിക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. ബൈ.